ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ ബാട്ടു കേവ്സിൽ നിന്ന് നേരെ ജെൻറ്റിങ് ഐലൻഡ്സിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ജെൻറ്റിങ് ഐലൻഡ്സിൽ പോണ വഴി കാണാനുണ്ടല്ലോ, അടിപൊളിയാണ്. ഞാൻ പറഞ്ഞു, പൊതുവെ അവിടുത്തെ റോഡുകളൊക്കെ നല്ല സൂപ്പർ റോഡുകളാണ്. ഒരു കുണ്ടോ കുഴിയോ ഒരു എന്തെങ്കിലും ഒരു നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ ഒന്ന് അനങ്ങുക പോലും ചെയ്യില്ല, അതുപോലെ അത്രയും സൂപ്പറായിട്ടുള്ള റോഡുകളാണ് കേട്ടോ. അപ്പോൾ അത് മുകളിലേക്ക് പോയി, ഇതിപ്പോൾ നമ്മൾ ജെൻറ്റിങ് ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ തിരിക്കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്നതാണ്. ഹെയർ പിൻ ബെൻഡും ഒക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ റോഡാണ്, വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാഴ്ചയാണ് കേട്ടോ. അതിൻ്റെ നമ്മൾ പോണ വഴിയിൽ നിറച്ച് ഒരു ജാതി മരങ്ങൾ, കളർഫുള്ളായിട്ടുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിറച്ച് പൂവല്ല, അതും അതിൻ്റെ ഇലയാണ്, പല കളറായിട്ടുള്ള ഇലകളായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല ഇതായിട്ട്. അപ്പോൾ ഈ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജെൻറ്റിങ് ഐലൻഡ്സിൽ മാക്സിമം ആൾക്കാരും ചൈനീസാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ അതുകൊണ്ടാണ് അവിടെ ഒരു ചൈനീസ് ടെമ്പിളൊക്കെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ഒരു തമിഴനാണ് കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആൾ കുറേ പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്. 10-18 കൊല്ലമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ജെൻറ്റിങ് ഐലൻഡ്സിൽ ശരിക്കും നമ്മുടെ മൂന്നാറിലൊക്കെ പോണ പോലെയാണെന്നാണ് പറഞ്ഞത്. മൂന്നാറിൽ ആ നല്ല തണുപ്പുള്ള സമയത്ത് പോകുമ്പോൾ അത്രയും തണുപ്പ് ഓൾറെഡി ഈ സമയത്ത് തന്നെ അവിടെ നല്ല തണുപ്പുണ്ട്. കുറച്ചും കൂടി ആ തണുപ്പ് കാലത്തൊക്കെ മൂന്നാറിൽ പോണ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതുപോലെ ഇവിടെയും നല്ല തണുപ്പാണെന്നാണ് പറയണത്. മുകളിലേക്ക് കുറച്ച് ദൂരം കേട്ടോ, 1 മണിക്കൂറിലും കൂടുതൽ, കുറച്ച് കൂടുതൽ എടുക്കും അവിടേക്ക് എത്താനായിട്ട്. ട്രാഫിക് ഉണ്ടാവുന്ന ഒരു റൂട്ട് തന്നെയാണ്. എന്തെങ്കിലും ഒരു, അതായത് അവർ പറയണത് എന്താ വെച്ചാൽ, മഴക്കാലമായി കഴിഞ്ഞാൽ ട്രാഫിക് നല്ലോണം ഉണ്ടാവും മലേഷ്യയിലെ റോഡുകളിൽ എന്ന് പറയുന്നത്. നല്ല റോഡാണ്, നല്ല സ്മൂത്തായിട്ടുള്ള റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തെന്നി മാറിയിട്ടും വണ്ടികളൊക്കെ, ബൈക്കൊക്കെ എന്താ പറയുക, തെന്നി വീണിട്ടൊക്കെ നിറച്ച് ആക്സിഡൻ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ 1 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് യാത്ര ചെയ്താലാണ് നമ്മൾ മുകളിലേക്ക് അങ്ങോട്ട് എത്തുള്ളൂ. മുകളിലേക്ക് തന്നെ കയറുന്തോറും നമുക്ക് ഈ പറഞ്ഞ പോലെ ചൈനീസ് രീതിയിലുള്ള ബിൽഡിങ്ങുകൾ കാണാൻ തുടങ്ങുന്നുണ്ട്. മൊത്തത്തിൽ നല്ല ഭംഗി വരുന്നുണ്ട്. ഒരു ഫോഗിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഇതൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് മുകളിലേക്ക് എത്തി. ഇനി നമ്മളുടെ കയ്യിൽ എൻട്രി ടിക്കറ്റ് ഉണ്ട് കേബിൾ കാറിൽ കയറാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എൻട്രി ടിക്കറ്റായിട്ട് നമ്മളിവിടെ വന്നേക്കാണ്. ഇവിടുന്ന് അത് എൻട്രി ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ അങ്ങോട്ട് കടത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇതിൽ നമുക്ക് കേബിൾ കാറിലാണ് പോകേണ്ടത്. ഫേസ് 1ലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോണത്. ഫേസ് 1, ഫേസ് 2 അങ്ങനെ 2 ഫേസാണുള്ളത്. അപ്പോൾ ഫേസ് 1ലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ കേബിൾ കാർ വരും, അവിടെ അതിലാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. Down. Yeah. Okay. ഇതിൽ അപ്പോൾ കേബിൾ കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കയറണം. പതുക്കെ ആയിട്ടായാലും നമ്മളതിലേക്ക് അപ്പോൾ ആ സമയത്ത് കയറണം. അപ്പോൾ ഇത് ഫേസ് 1ലേക്കുള്ള കേബിൾ കാറാണ്. അപ്പോൾ നമ്മളതിലേക്ക് കയറാൻ പോകണം കേട്ടോ. എന്നിട്ട് ഓടിക്കയറണേ. ടു ഇവിടെ ഇരുന്നോട്ടെ.
അതായത് രണ്ട് ഇതായിട്ടുണ്ട്. നമ്മൾ ഈ കാശ്മീരിലൊക്കെ പോയപ്പോൾ ഫേസ് 1 ഫേസ് 2 എന്നും പറഞ്ഞ് കൊണ്ടാകുന്നില്ല, അതുപോലെ തന്നെയാണ് ഇവിടെ 2 ഫേസ് ഉണ്ട്. രണ്ടാമത്തെ ഫേസ് ഏറ്റവും മുകളിലേക്ക് ഫസ്റ്റ് ഫേസ് പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇവിടെ അതിൽ കയറി, കേബിൾ കാറിൽ കയറി. നമ്മൾ വന്ന റോഡാണ് കാണുന്നത്. ഈ റോഡിൽ കൂടിയാണ് നമ്മൾ മുകളിലേക്ക് കയറി പോയി കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് ചിൻസി ടെമ്പിളിൻ്റെ ഇത് കേട്ടോ. ഇവിടുന്ന് നമുക്ക് കാണാം. ഫുൾ ഫോഗായില്ലേ? അപ്പോൾ അങ്ങനെ ചിൻസി സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി ചിൻസി ടെമ്പിളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ പുറത്തേക്ക് പോവാണ്. പുറത്ത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെയും ഒരു ക്യൂ കാണാനുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇനി ഇവിടുന്ന് ചിൻസി ടെമ്പിളിലേക്ക് പോകാനായിട്ട് കുറച്ച് ഇതുണ്ട്, ദൂരമുണ്ട്. അപ്പോൾ നമ്മളവർ വണ്ടിയിലാണ് കൊണ്ടുപോകുക. അപ്പോൾ അവരുടെ വണ്ടിയുണ്ട്, ഫ്രീ ആയിട്ട് നമ്മളെ അതിൽ കയറ്റി കൊണ്ടുപോകും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റായിട്ട് നമുക്ക് വിളിച്ച് പോകും. അപ്പോൾ ആൾക്കാർ നല്ല തിരക്കുണ്ടെങ്കിൽ ആൾക്കാർ പ്രൈവറ്റായിട്ട് വിളിച്ച് പോകണം കണ്ടുകൂടെ. പക്ഷേ ഞങ്ങൾ അതേ അവരുടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം അതവിടെ കൊണ്ട് ആളെ ഇറക്കി വിട്ടിട്ട് തിരിച്ച് വരുമ്പോഴേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതാ വരുന്നതാണ് അവരുടെ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ അവിടെ നിന്ന് വരുന്ന ആൾക്കാരെ ഇവിടെ ഇറക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ കറക്റ്റ് ഇരുന്ന് പോകാവുന്ന ആൾക്കാരെ മാത്രം കറക്റ്റായിട്ട് അവർ കയറ്റും, അവരെ കൊണ്ട് അവിടെ ഇറക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുണ്ട്. അപ്പോൾ നമ്മളും അതിൽ തന്നെ പോകാമെന്ന് കരുതി വെയിറ്റ് ചെയ്യണം. ബാക്കി ചിലരൊക്കെ ഇങ്ങനെ അപ്പുറത്ത് ടാക്സികൾ കിടക്കണമെന്ന് ആ ടാക്സികൾ വിളിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. കാരണം ഫോഗ് ഇങ്ങനെ കയറി വന്ന് നല്ല കാറ്റ് ഇങ്ങനെ പോലെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇവർ പറഞ്ഞ പോലെ തന്നെ മൂന്നാറിൽ ഊട്ടിയിലൊക്കെ പോയിട്ടുള്ള ആ ഒരു തണുപ്പാണ് തോന്നുന്നത്.
ടെമ്പിൾ. ചൈനീസ് കസ്റ്റം ഫോട്ടോഗ്രാഫി. ഇവിടെ ചൈനീസ് ഡ്രസ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കാശ്മീരിൽ പോയി കാശ്മീരി ആയ പോലെ ഇവിടെ ചൈനീസ് ഡ്രസ്സ് ഇട്ട് വേണമെങ്കിൽ ചൈനീസുകാരിക്കായിട്ട് ഫോട്ടോ എടുക്കാം. അതാണ് അവരിവിടെ ഡ്രസ്സ് ഇട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആർക്കങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി എടുക്കാം. എന്താ ഒരു ഭംഗിയല്ലേ, നിറച്ച് മലയും കാടും അതിൻ്റെ ഇടയിൽ ഈ ഒരു ടെമ്പിളും. അത് എത്ര സ്റ്റെപ്പായിട്ടാണ് മുകളിലേക്ക് കെട്ടിയിട്ടുണ്ടാക്കിയാണ് ഈ ടെമ്പിള്. നമ്മൾ തായ്ലൻഡിൽ പോയപ്പോൾ ബിഗ് ബുദ്ധയെ കാണാൻ പോയി. അതുപോലെ തന്നെ ഒരു ബുദ്ധ അത് എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒരു വലിയൊരു ബുദ്ധയാണ്. അപ്പോൾ ഈ ബുദ്ധയെക്കാട്ടിലും വലിയ ബുദ്ധയാണ് നമ്മൾ ബിഗ് ബുദ്ധ എന്നും പറഞ്ഞിട്ട് നമ്മളവിടെ തായ്ലൻഡിൽ ഫുക്കറ്റിൽ പോയി കണ്ടത്. ഇതും അതുപോലെ ഒരു ബുദ്ധ തന്നെയാണ്. അത്രയും വലിപ്പമൊന്നുമില്ലെങ്കിലും കൂടിയിട്ട് വലിയൊരു ഇത് തന്നെയാണ്. അപ്പോൾ അവിടെ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുകയാണ്. എഴുതിരിയാണ് അല്ലാതെ അടച്ചിടും. അത് കേട്ടില്ലെങ്കിൽ പല രീതിയിലിരിക്കുന്ന ബുദ്ധയാണ് കേട്ടോ. ആ ഓരോ ബുദ്ധയുടെ ആ ഓരോ ശില്പത്തിനും ഓരോ അർത്ഥങ്ങളുണ്ട്. ഇവരവിടെ അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെയും കാര്യങ്ങൾ. എല്ലാവരും മണിയടിക്കുന്ന കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നി മണിയൊന്നും അടിച്ചാൽ എന്താന്ന്. അങ്ങനെ ഞങ്ങളും അത് അടിച്ചു.
അവിടെ ഈ 9 നിലയിൽ കാണുന്നതാണ് കേട്ടോ ടെമ്പിള്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലേക്കും 9 നിലയും കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറാം കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് വയ്യ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പോയില്ല, മുകളിലേക്ക് കയറിയില്ല. കാരണം 9 നില കയറി ഉണ്ടാക്കാൻ എളുപ്പമല്ല, അതും കുട്ടനെയുള്ള കയറ്റം പോലെയാണ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കയറിയില്ല, ഞങ്ങൾ അങ്ങനെ അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ സെക്കൻഡ് ഡേ അങ്ങനെ കഴിഞ്ഞു. ഇനി തേർഡ് ഡേ ആണ്. നാളെ കുറേ ദിക്കിൽ പോകാനുണ്ട്, സിറ്റി ടൂറാണ്. അങ്ങനെ ഫസ്റ്റ് ഫേസിൽ നിന്ന് ഇറങ്ങി സെക്കൻഡ് ഫേസിലേക്ക് പോകാനായിട്ട് സ്റ്റേഷനിലേക്ക് വന്നേക്കാണ് കേട്ടോ. സെക്കൻഡ് ഫേസിൽ അധികം നമ്മുടെ ഈ വണ്ടർലാടെ പോലത്തെ കുറേ കാര്യങ്ങളാണുള്ളത്. അവിടെ അമ്യൂസ്മെൻറ്റ് പാർക്കില്ലേ, അമ്യൂസ്മെൻറ്റ് പാർക്കാണ് സെക്കൻഡ് ഇതിലുള്ളത് ശരിക്കും. സോറി കേട്ടോ, വീഡിയോസ് മിസ്സായതുകൊണ്ട് അത് ആ ഭാഗമില്ല കേട്ടോ അതിൽ.